ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഇപ്പോൾ ദാ നമ്മളെ സെറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ വരാനുണ്ട്. റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിൽ എലിജിബിൾ എന്ന് കാണാൻ കുതിക്കുന്നവരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള വിജയാശംസകൾ നേരുന്നു. നല്ല രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്യൂവും അതേപോലെ ചലഞ്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റിസൾട്ടിനുള്ള കാത്തിരിപ്പാണ്. അധികം വൈകാതെ തന്നെ റിസൾട്ടും വരും. അപ്പോൾ റിസൾട്ട് വരുമ്പോഴും നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഓരോരോ സെറ്റ് പരീക്ഷ കഴിയുമ്പോഴും ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? അതായത് ചോദ്യങ്ങളനുസരിച്ച് ചോദ്യങ്ങളിലെ മാറ്റങ്ങൾ, അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ ഓപ്ഷനിലെ മാറ്റങ്ങൾ അല്ലേ? ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക, ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനിയുള്ള സെറ്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എക്സാമുകൾ ഒന്നുകൂടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം അവ നമ്മൾ നോക്കുക. അതായത് നമുക്കറിയാം ഓരോരോ ചോദ്യങ്ങളും ആൻസർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ചോദ്യത്തെ നല്ലവണ്ണം പഠിച്ചാൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓപ്ഷൻ കൂടി വായിച്ചിട്ട് അതെങ്ങനെയാണ് സാധിക്കുക നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് പറയാം. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് KRA in MBO സ്റ്റാൻഡ്സ് ഫോർ ആണ്. KRA in MBO. MBO നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? MBO. അപ്പൊ MBO ആരാണ് കൊണ്ടുവന്നത് നമുക്കറിയാം. അപ്പൊ അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇവിടെ KRA ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ MBO എന്നുള്ള പോർഷൻ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിക്കണം? ആ MBOന്റെ ഉള്ളിൽ MBO എന്താണ് ഫുൾ ഫോം, എന്താണ് അതിലെ കണ്ടന്റുകൾ, ആര് കൊണ്ടുവന്നു, അതിൽ എവിടെയൊക്കെയാണ് റിക്വയർമെന്റ് ആവുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളും പഠിക്കുക. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്താ കേരള റൂറൽ അക്കാദമി, കീ റിസൾട്ട് ഏരിയ, കേരള റിസോഴ്സ് അവൈലബിലിറ്റി, കേരള റിസോഴ്സ് ഏരിയ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്സ് ബേസ്ഡ് ആയ സ്റ്റുഡൻസിനാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ MBO എന്ന് അറിയപ്പെടുന്ന ഒരു ടോപ്പിക് നമുക്ക് അറിയാമെങ്കിൽ KRAന്റെ ഫുൾ ഫോം കണ്ടുപിടിക്കാം. കാരണം എന്താ, ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷനിൽ എന്തുണ്ട്? കേരള എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള എന്നല്ല നമുക്കറിയാം. പിന്നെ എന്തേ ഉള്ളൂ? കീ റിസൾട്ട് ഏരിയ മാത്രമേ ഉള്ളൂ അല്ലേ? ഏതാണ്? കീ റിസൾട്ട് ഏരിയ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? അതെ, കീ റിസൾട്ട് ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് യുക്തിയും കൂടി നമ്മൾ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. എന്താണ് ഈ കീ റിസൾട്ട് ഏരിയ? നോക്കിയേ, കീ റിസൾട്ട് ഏരിയ അഥവാ KRA are the main area of responsibility where result are expected from an employee or department. ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിന്റെയോ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് അവിടെ നോക്കുന്നതിനാണ് അവിടെ എന്ത് പറയാ? KRA എന്ന് പറയാം. നോക്കിയേ, ഇൻ MBO managers and employees set a specific objective related to these key area and work to achieve them. അല്ലെ? അതായത് മാനേജേഴ്സും അതേപോലെ മറ്റൊരു ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു സ്പെസിഫിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ അവർക്ക് കൊടുക്കുകയും അതിൽ നിന്നും അച്ചീവ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന ടോപ്പിക് നമ്മളവിടെ പഠിക്കണം. അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അത് ആര് കൊണ്ടുവന്നു എന്ന് പഠിക്കണം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കണ്ടന്റ് എന്താ നമ്മളവിടെ പഠിക്കണം. ഇങ്ങനെ നമ്മളൊരു ചോദ്യം കൂടെ നോക്കിയിട്ട്, അതായത് വാരി വലിച്ച് പഠിക്കാതെ ചോദ്യങ്ങൾ വന്ന സ്ഥലങ്ങളും നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഹാർഡ് വർക്കിന് പകരം നമുക്ക് സ്മാർട്ട് വർക്ക് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ചോദ്യം കഴിഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഓഫ് മേജർ അണ്ടർ AS14 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്താ പറയാ, ടെൻഷൻ ഉള്ള ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കാരണം എന്താ, ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS ഉണ്ട്, അതേപോലെ IAS ഉണ്ട്, ഇന്ത്യ AS ഉണ്ട്, IFRS ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ? 1, 2, 3 ഒക്കെ തുടങ്ങിയുള്ള സ്റ്റാൻഡേർഡുകളും അതിന്റെ എക്സ്പ്ലനേഷനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കണോ നമ്മൾ ഇങ്ങനെ വിചാരിക്കും. അത് കൂടാതെ മറ്റൊരു വിചാരം എന്താ വെച്ചാല്, ചില ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ മധ്യത്തിലൊക്കെ ആ സമയത്ത് അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചില മാറ്റങ്ങളും കൂടി കൊണ്ടുവരും. ചിലതൊക്കെ കട്ടിയിലും ചിലത് കൂട്ടിച്ചേർക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ കേസിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നീട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതൊരു 4-5 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്?
കണ്ടീഷൻ ഓഫ് മെർജർ ആണ് അല്ലെ. മെർജറിന്റെ കണ്ടീഷനിലാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓർ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി ട്രാൻസ്ഫേർഡ്, purchase consideration paid in cash, 90% ഷെയർ ഹോൾഡേഴ്സ് ബിക്കം ഇക്വിറ്റി ഹോൾഡർ, ബിസിനസ് ഓഫ് ട്രാൻസ്ഫർ ഈസ് കണ്ടിന്യൂഡ്. അവിടെ മെർജർ എന്ന് പറയുമ്പോൾ മെർജർ, അമാൽഗമേഷൻ, അതുപോലെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു തൂവൽ പക്ഷികളെ പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഇവിടെ മെർജറിന്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ വരിക? യെസ്, purchase consideration paid in cash. അവിടെ എന്താണ്? അവിടെ അത് കണ്ടീഷൻ ആയിട്ടല്ല. പർച്ചേസ് കൺസിഡറേഷൻ അവിടെ പെയ്ഡ് ഇൻ ക്യാഷ് എന്നുള്ളത് എന്തല്ല, ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നതല്ല അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 പ്രകാരം അമാൽഗമേഷൻ, എ മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മെർജർ മസ്റ്റ് സാറ്റിസ്ഫൈ സർട്ടൻ കണ്ടീഷൻ. ചില കണ്ടീഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്നാമത്തത്, ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി ഓഫ് എ ട്രാൻസ്ഫറർ കമ്പനി ബിക്കം ദോസ് ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. രണ്ട് തരത്തിലുള്ള കമ്പനികളുണ്ട്, ട്രാൻസ്ഫറർ കമ്പനിയും ട്രാൻസ്ഫറി കമ്പനിയും. മാറിപ്പോരുത്. അവിടെ എന്ത് ചെയ്യണം? എല്ലാ തരത്തിലുള്ള അസറ്റ് ആൻഡ് ലാബിലിറ്റി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? അവിടെ ട്രാൻസ്ഫറർ കമ്പനി ബിക്കം ദോസ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. പിന്നീടോ, ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 90% ഓഫ് ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ബിക്കം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. അവിടെ എന്തുണ്ട്? അവിടെ ആ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയൊക്കെ മാറുമ്പോൾ, അല്ലെ മറ്റൊരു കമ്പനിയായിട്ട് മാറുമ്പോൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സും അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറി അവരുടെ, അതായത് പുതിയതിന്റെ എന്തായിട്ട് മാറുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ദി ബിസിനസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ഈസ് കണ്ടിന്യൂഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി, അറിയാം. ദെൻ കൺസിഡറേഷൻ ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എക്സെപ്ഷൻ ഫോർ ഫ്രാക്ഷണൽ ഷെയർസ്. എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ എന്താ ചെയ്യുന്നത്? ഡിസ്ചാർജ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അമാൽഗമേഷൻ, അതേപോലെ അബ്സോർപ്ഷൻ, ഇത്തരത്തിലുള്ള ഏരിയയെന്നും മെർജറിന്റെ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് വെക്കണം? ഇതിന്റെ കണ്ടീഷൻസ് കൂടി മനസ്സിലാക്കി വെക്കണം. അവിടെ നിങ്ങൾക്കറിയാം മറ്റൊരു ഏരിയ, ഞാനിതിന്റെ നമുക്ക് FM നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. FM ഏരിയ, FM നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്, MM തിയറി പോലുള്ള തിയറി, അതിനകത്തുള്ള നിയമങ്ങൾ, ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം, അടുത്തൊരു സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനം തുടങ്ങാനുള്ള സമയം എന്താണ് ലേറ്റായി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പഠനം തുടങ്ങേണ്ട സമയമായി. നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വലിയൊരു ടോപ്പിക്കാണ് നമ്മളത് അല്ലെ, വലിയൊരു ടോപ്പിക്കാണ് നമ്മളുടെ. അത് കൂടാതെ ചില ടോപ്പിക്കുകളൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞ് പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ CCയിൽ വരാനിരിക്കുന്ന ജൂൺ മാസത്തിലെ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുതിയ ലോങ് ബാച്ച്, സെറ്റിന്റെ പുതിയ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെറ്റ് എസ്ട്ര 5.0, അതായത് ലൈവ് ക്ലാസ്സുകളായിട്ട്, മോഡൽ എക്സാമുകളായിട്ട്, ഡെയിലി വർക്കൗട്ടുകളായിട്ട്, മെന്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ്, PYQ ഡിസ്കഷൻ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച്. അപ്പൊ ഈ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ഫോൺ നമ്പർ ബോർഡ് നമ്പറോട് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 97 46 45 55 14 എന്നീ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. വരാനിരിക്കുന്ന സെറ്റ് തന്നെ മാക്സിമം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതേപോലുള്ള പുതിയ പഠിക്കാനുള്ള സ്മാർട്ട് സ്റ്റഡിക്കുള്ള പുതിയ ഒരുപാട് സ്ട്രാറ്റജികളായും ടെക്നിക്കുകളായും ഞാൻ വീണ്ടും കാണാം. ഇപ്പൊ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.